എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദാനമാണിത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകും. ഇത് നിയോഗമല്ല, വാഗ്ദാനമാണ്. തിരുവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഓരോന്നും ദൈവമക്കൾ അവകാശമാക്കി അനുഭവമാക്കേണ്ടതാണ്. ഉയിർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിന് സാക്ഷികളാകണമെന്നാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യം. മാനുഷിക സിദ്ധി കൊണ്ട് അത് സാധ്യമല്ല. പരിശുദ്ധാത്മാവാണ് അതിന് നമ്മെ സജ്ജരാക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന്, സൗഖ്യത്തിന് സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നാം. തൃത്വോപദേശം 1:3 എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ത്രികാല അനുഭവത്തിൽ ഇത് മനസ്സിലാക്കണം. അതായത് നമ്മുടെ സൃഷ്ടാവായ ദൈവം, അതേ ദൈവം തന്നെയാണ് നമ്മളെ വീണ്ടെടുത്ത ദൈവം. ആ ദൈവം തന്നെയാണ് ഇന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവം. അപ്പോൾ സൃഷ്ടാവായ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം, പരിപാലകനായ ദൈവം. 3, ആളത്തമുള്ളവനായ ഏക സത്യ ദൈവം. യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ ഏതാണ്ട് അന്ത്യത്തിൽ ശിഷ്യന്മാരെ ഉറപ്പിക്കാൻ നൽകി പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ 14-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. യേശുവിൻ്റെ ഭൗമിക വാസത്തിന് ഒരു പരിധിയില്ലാതെ എന്നേക്കും കൂടെ ഇരിക്കാൻ നൽകപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്. ഒരു ചെറിയ വാക്കാണ് തരും എന്നുള്ളത്. അതായത് നൽകപ്പെട്ട ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നേട്ടമല്ല, ദാനമാണ്. ഔദാര്യമായി, ധാരാളമായി നൽകും എന്ന ആശയം വരുന്ന പദമാണ് മൂലഭാഷയിൽ തരും എന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, വ്യക്തിയാണ്. ത്രിത്വത്തിൽ മൂന്നാമൻ, അവൻ എന്ന സർവനാമമാണ് പരിശുദ്ധാത്മാവിനെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് വിശുദ്ധ പൗലോസ് ഉപദേശിച്ചിട്ടുണ്ട്. അചേതന വസ്തുക്കളെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ആളത്തമാണ്, ശക്തീകരിക്കുന്ന വ്യക്തിയാണ്. പാരക്ലീത്ത എന്ന ഗ്രീക്ക് പദമാണ് കാര്യസ്ഥൻ എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒറ്റ വാക്കുകൊണ്ട് അർത്ഥം മുഴുവൻ അടങ്ങുന്ന പദമല്ല കാര്യസ്ഥൻ. ചില വേദപുസ്തക പരിഭാഷകൾ പല പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആശ്വാസപ്രദൻ എന്നർത്ഥം വരുന്ന കംഫേർട്ടർ എന്ന പദമാണ് ഒരു പരിഭാഷ. ധൈര്യപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ഫോർട്ടീസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുള്ളതാണ്. അതായത് പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തുന്നവനാണ്, ആശ്വസിപ്പിക്കുന്നവൻ, ഉത്തേജിപ്പിക്കുന്നവൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷപാതം ചെയ്യുന്നവൻ, അഡ്വക്കറ്റ് എന്നാണ് മറ്റൊരു പരിഭാഷ. നിയമത്തിൻ്റെ നൂലാമാലകൾ അറിയാത്തവർക്ക് അത് വിശദീകരിച്ച് സഹായിക്കുന്ന അഡ്വക്കേറ്റിനെ പോലെയാണ് പരിശുദ്ധാത്മാവ്. കുഞ്ഞിൻ്റെ, അതായത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വർത്തമാനം, ആ വാക്കുകൾ പൊരുൾ തിരിച്ച് ദൈവ മുൻപാകെ അവതരിപ്പിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മറ്റൊരു പരിഭാഷ കുറെ കൂടെ ലളിതമാണ്, സ്നേഹിതൻ എന്നാണ്. ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്.
ആവശ്യത്തിൽ സഹായിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ സ്നേഹിതൻ. മറ്റൊരു ഭാഷാന്തരമാണ് ആലോചനക്കാരൻ, കൗൺസിലർ. പറയേണ്ടത് യഥാസമയം പറയാനും പോകേണ്ടതും പാത ഓതിത്തരുന്നവനുമാണ് യഥാർത്ഥ ആലോചനക്കാരൻ. ഈ പറഞ്ഞ പദങ്ങൾ കൊണ്ടൊന്നും തൃപ്തിപ്പെടാതെ JB ഫിലിപ്സ് എന്ന പണ്ഡിതൻ കൂടെ ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന് പരിശുദ്ധാത്മാവിനെ വ്യാഖ്യാനിക്കുന്നു. ഒരു പട്ടാള ആശയമാണിത്. ശത്രുവിനെ ചെറുക്കാൻ കരുത്ത് കുറഞ്ഞ് പിന്മാറിയാൽ എന്താണ് എന്ന് തോന്നുന്ന അവസരത്തിൽ മാറല്ലേ എന്ന് പറഞ്ഞ് ആത്മധൈര്യം നൽകുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, ആലോചനക്കാരനാണ്, പക്ഷപാതം ചെയ്യുന്നവനാണ്, സ്നേഹിതനാണ്, കൂടെ ചേർന്ന് നിൽക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ നേട്ടമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എങ്ങനെ അവൻ്റെ സഹിത്വം ലഭിക്കും? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. സ്വർഗസ്ഥനായ പിതാവും നിന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ആലോചന നൽകുകയും ധൈര്യം നൽകുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഏറ്റവും അവസാനമായി പറഞ്ഞ ഒരു വാഗ്ദാനമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ഒരു ചിന്ത മാത്രമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. സൗഖ്യത്തിന് സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നത്. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച് യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്രയിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമുക്ക് ചില കാര്യങ്ങൾ അറിയാതെ പോകുമ്പോൾ അതിനെ മനസ്സിലാക്കി തരുന്ന, ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആളത്വമായി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ് ആവശ്യമാണ്. തനിയെ യാത്ര ചെയ്ത് ക്ഷീണിക്കാനല്ല, നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ദൈവത്തോട് പറയാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമുള്ള ദുഃഖങ്ങൾ, മറ്റാരും മനസ്സിലാക്കാതെ പോകുന്ന പ്രയാസങ്ങൾ, ശൂന്യതാബോധം, ഇതെല്ലാം പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മോട് കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം എന്ന് കരുതുന്നു. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തനിച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ചു പോകാതിരിക്കാൻ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിറവേറ്റുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങൾക്ക് ആലോചനക്കാരനായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകൾ നൽകുകയും ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുവാനുള്ള കൃപയും ബലവും പകരുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ ജീവിപ്പാനുള്ള കൃപ നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.